ഹലോ, സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് ബ്രൗണിയുടെ റെസിപ്പി നോക്കിയാലോ. ആദ്യം തന്നെ 150 ഗ്രാം അൺസോൾട്ടഡ് ബട്ടറും ഡാർക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ടും കൂടി ചേർത്തിട്ട് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതവിടെ ഇത് നല്ലപോലെ മെൽറ്റ് ആവട്ടെ. ആൻഡ് ദെൻ ഒരു ഡ്രൈ ആൻഡ് ക്ലീൻ ആയിട്ടൊരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. കൂടെ ഒരു ടീസ്പൂൺ വാനില എസൻസും ഒരു പിഞ്ച് ഓഫ് സോൾട്ടും ചേർത്തിട്ട് ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ബീറ്റർ ഇല്ലെങ്കിലും നോർമൽ മിക്സി വെച്ചിട്ടായാലും നമുക്ക് സെയിം പ്രൊസീജിയർ ചെയ്യാവുന്നതേ ഉള്ളൂ. 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയോടെയും ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇവിടെ എഗ്ഗ് നന്നായിട്ട് ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കണം എന്നില്ല. ആൻഡ് ദെൻ നമ്മളിതിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചോക്ലേറ്റിൻ്റെ മിക്സ് കൂടിയും ചേർത്തിട്ട് ഒരേ ഡയറക്ഷനിലേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ചോക്ലേറ്റ് മിക്സ് നന്നായിട്ട് ബ്ലെൻഡായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തൊന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു അരിപ്പ് വെച്ചിട്ട് 1/4 കപ്പ് മൈദയും 2 ടേബിൾ സ്പൂൺ ഡാർക്ക് കൊക്കോ പൗഡറും ചേർത്തിട്ട് നന്നായിട്ട് അരിച്ച് ഡയറക്റ്റ് ബാറ്ററിലോട്ട് ചേർത്തിട്ടുണ്ട്. ഇവിടെ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ആവശ്യമില്ല. ആൻഡ് എഗെയിൻ ഒരേ ഡയറക്ഷനിലേക്ക് തന്നെ ഇതേപോലെ ഫോൾഡ് ചെയ്ത് നമുക്ക് ബാറ്റർ മിക്സ് ചെയ്തെടുക്കാം. ബാറ്റർ ഓൾമോസ്റ്റ് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഡാർക്ക് ചോക്ലേറ്റ് ചെറിയ പീസസായി കട്ട് ചെയ്തതും റോസ്റ്റഡ് കാഷ്യൂസും ആഡ് ചെയ്തിട്ടുണ്ട്. നട്ട്സ് ആൻഡ് ചോക്ലേറ്റ്സ് എല്ലാം ഓപ്ഷണലാണ്. ഞാനിവിടെ കാഷ്യൂസ് മാത്രമാണ് നട്ട്സായിട്ട് എടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ ആൽമണ്ട്സോ ഹേസൽ നട്ട്സോ പിസ്താഷ്യൂസ് എല്ലാം ആഡ് ചെയ്യാം. ഫില്ലിങ്സ് ഒന്നും ചേർക്കാതെയും ബ്രൗണീസ് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ആൻഡ് ദെൻ ബട്ടർ പേപ്പർ വെച്ച് ഗ്രീസ് ചെയ്തിട്ടുള്ള ട്രേയിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ ട്രേ ആണ് എടുത്തിട്ടുള്ളത്. സ്പാച്ചില യൂസ് ചെയ്തിട്ട് എല്ലായിടത്തേക്കും ഈവൻ ആയിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ബാക്കി വന്നിട്ടുള്ള നമ്മുടെ കാഷ്യൂസും മുകളിൽ ടോപ്പിങ്സ് ആയിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ട് 2 വട്ടം ടാപ്പ് ചെയ്തതിന് ശേഷം പ്രീഹീറ്റ് ചെയ്ത് വെച്ച് ഓവനിലേക്ക് 200 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ 25 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബ്രൗണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചൂടൊക്കെ ഒന്ന് ആറിയതിന് ശേഷം ഇതുപോലെ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഐസ്ക്രീമിൻ്റെ ഒക്കെ കൂടെ ബെസ്റ്റ് എവർ കോംബോ ആണ് കേട്ടോ ഈ ചോക്ലേറ്റ് ബ്രൗണി. നല്ല ടേസ്റ്റാണ് രണ്ടും കൂടെ കഴിക്കാനായിട്ട്. ആൻഡ് ഫൈനൽ പാർട്ടായിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റ് ഗനാഷും കൂടിയും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ന്യൂട്ടെല്ലയും ആഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ചോക്ലേറ്റ് ബ്രൗണീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ടിൽ ദെൻ ബൈ.